പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ തെളിഞ്ഞു മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെയും മാധ്യസ്ഥത്തിൽ ഇന്ന് ഉത്തരവാദിത്തങ്ങളിലേക്ക് പോകുന്ന എല്ലാവരെയും ഞാൻ ഈശ്വര നാമത്തെ ആസ്വദിക്കുന്നു. ജോലി, വീട്, വിവാഹം, ബാങ്ക്, പരീക്ഷ, പഠനം, ഇൻ്റർവ്യൂ, സ്ഥലമെടുപ്പ്, സ്ഥലം അളപ്പ്, വീട് വെക്കൽ, അപേക്ഷ കൊടുക്കൽ, ഇങ്ങനെ ആശുപത്രി പോക്ക്, ടെസ്റ്റ്, അതുപോലെ തന്നെ ബയോപ്സി, ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി നീ എൻ്റെ ദൈവപദത്തിൽ നീ പോകുന്നുവോ, കം വിത്ത് യു വേറെവർ യു ഗോ. നീ എവിടെ പോയാലും നിൻ്റെ കൂടെ ഞാൻ ഉണ്ടായിരിക്കും. നല്ല കർത്താവിൻ്റെ വാഗ്ദാന പ്രകാരം സഞ്ചാരി മാതാവ് സമയത്തിൻ്റെ അധികാരി നിൻ്റെ കൂടെ വരികയും നിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ ആശീർവദിക്കുകയും നീ അറിയാത്ത അവിചാരിതമായ അപകടങ്ങൾ, ആകസ്മിക സങ്കടങ്ങളിൽ നിന്ന് കർത്താവ് നിൻ്റെ യാത്രയുടെ ലക്ഷ്യത്തെ സംരക്ഷിക്കട്ടെ. രോഗികൾ, പീഡിതരെ, മാനസിക സംഘർഷം അനുഭവിക്കുന്നവർ, ഡിപ്രഷൻ അനുഭവിക്കുന്നവർ, മരുന്ന് കഴിച്ചിട്ട് ഉറക്കം മൂടുകയും ശരീരം തൂക്കം വെക്കുകയും ചെയ്യുന്നതല്ലാതെ പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഇല്ലാതെ ഡിപ്രഷൻ കൊണ്ട് വേദനിച്ച് ജീവിക്കുന്ന ആൾക്കാർ, കർത്താവേ നീ അവരെ തൊടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓട്ടിസം കുഞ്ഞുങ്ങൾ, ഹൈപ്പർ ആക്ടിവിറ്റി കുഞ്ഞുങ്ങൾ, അവിടെ മാതാപിതാക്കന്മാരെ മനസ്സ് കെട്ടുപോയവർ, തകർച്ച, സങ്കടം കൊണ്ട് അവർക്ക് ജീവിക്കാൻ പറ്റാത്തവർ, ജീവിക്കാൻ വേണ്ടി ജീവിതത്തോട് മൽപ്പിടുത്തം നടത്തുന്നവർ, മരുന്ന് കഴിച്ചിട്ടും രോഗം സുഖമാക്കാതെയും രോഗം പൊറുക്കാതെ ഇരിക്കുന്നവർ, എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയാൽ നിങ്ങൾക്ക് ദൈവസന്ധിപ്പും സൗഖ്യം ലഭിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വര എന്നേക്കും ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ആഴ്ചയിൽ നമ്മൾ കർത്താവ് മനസ്സ് നിറഞ്ഞ് പറഞ്ഞ ഒരു വല്ലാത്ത കഥയാണ് ദ സ്റ്റോറി ഓഫ് ദി പ്രൊഡിഗൽ സൺ, ധൂർത്തപുത്രൻ്റെ കഥ. അതിന് ഇടക്കാലം കൊണ്ട് സ്നേഹപിതാവിൻ്റെ കഥ എന്നൊക്കെ പറഞ്ഞ് ബൈബിൾ വ്യാഖ്യാനക്കാർ അതിനെ കുറച്ച് മസാലകൾ ചേർക്കുന്നുണ്ട്. പക്ഷേ അതിനും അപ്പുറത്ത് അത് തൻ്റെ കൂടെ നിന്ന് എല്ലാം ഉള്ളതും ഇല്ലാത്തതും ഒരുപോലെ അനുഭവിച്ച ഒരു മകൻ്റെ കഥ കൂടിയാണത്. അത് മൂത്ത മകനാണ്. നമ്മൾ ഈ ആഴ്ചയുള്ള ധ്യാനങ്ങളെല്ലാം ഒരു പൊളിച്ചെഴുത്തും ഒരു പുനർവായനയുമാണ്. അതിൽ നമ്മൾ ആദ്യം കാണുന്നത് ഈ ഇളയ മകൻ അവനെല്ലാം നശിപ്പിച്ച് ദൂർത്തടിച്ച് കഴിഞ്ഞപ്പോൾ ആ നാട്ടിലൊരു ക്ഷാമം ഉണ്ടായി.
അപ്പോൾ അവൻ ചിന്തിച്ചു, എൻ്റെ പിതാവിൻ്റെ ദാസന്മാർ എത്രയോ സുഭിക്ഷമായ ഭക്ഷണം കഴിക്കുന്നു, ഞാനോ ഇവിടെ വിശന്ന് മരിക്കുന്നു. ഞാൻ എഴുന്നേറ്റ് എൻ്റെ പിതാവിൻ്റെ അടുക്കിലേക്ക് പോകും. അതൊരു ഡിസിഷനാണ്, തീരുമാനം. എല്ലാ മാനസാന്തരങ്ങൾക്കും ഒരു തീരുമാനമുണ്ട്. തീരുമാനമില്ലാത്ത വെറും ആശയങ്ങൾ മാത്രമായ മാനസാന്തരം സുവിശേഷത്തിൻ്റെ ദൃഷ്ടിയിൽ സ്വീകാര്യമല്ല. ഒരു ഡിസിഷൻ, സക്കേവസും ഒരു ഡിസിഷൻ എടുത്തതാണ്. ഞാൻ എൻ്റെ ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായിട്ട് തിരിച്ചു കൊടുക്കുന്ന എല്ലാ തീരുമാനമാണ്. എപ്പോഴും ഒരു മാനസാന്തര അനുഭവത്തിൻ്റെ തീരുമാനം ഉണ്ടാകണം. അതുപോലെ ഇദ്ദേഹം ഒരു തീരുമാനം എടുത്തതിൽ ഒരു ധൂർത്തപുത്രൻ്റെ തിരിച്ചുവരവിൻ്റെ ഒരു തീരുമാനം എന്താണെന്നറിയാമോ? ഒരു തീരുമാനം, ഇയാൾ വേശ്യകളുടെ കൂടെ സ്വത്ത് ധൂർത്തടിച്ചെന്ന് പറയുന്നത് ആരോപണം മാത്രമാണ്. നമുക്കറിയത്തില്ല, ചേട്ടായി പറയുന്നൊരു ആരോപണമാണ്. ചിലപ്പോൾ ശരിയാകും, ചിലപ്പോൾ തെറ്റാകും. പക്ഷെ കാശ് പോയെന്നുള്ള കാര്യം സത്യമാണ്. ഗതികെട്ട് നസിഞ്ഞ് നാറാണക്കല്ലും പറിച്ച് തിരിച്ചു വന്നു എന്നുള്ള കാര്യവും സത്യമാണ്. പക്ഷെ എന്നാലും അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട്, ഞാനത് റീഫണ്ട് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അപ്പൻ്റെ വീട്ടിലത് നിർത്തിയാൽ മതി, ഞാനത് റീഫണ്ട് ചെയ്തോളാം. ഞാൻ നഷ്ടപ്പെടുത്തിയത് എന്നെ ആവുന്നവരെ, മരണം വരെ ജോലി എടുത്താലും ശരി, അപ്പന് നഷ്ടപ്പെട്ടത് ഞാൻ തിരിച്ചു തന്നോളാം എന്ന് പറയും. അതൊരു വല്ലാത്ത വാക്കാണ് ശരിക്കും. ലൂക്കാ 15:18 ഞാൻ എഴുന്നേറ്റ് എൻ്റെ പിതാവിന്റെ അടുത്തേക്ക് പോകും. ഞാൻ എഴുന്നേറ്റ് എൻ്റെ പിതാവിന്റെ അടുക്കിലേക്ക് ഞാൻ അവനോട് പറയും. പിതാവേ, സ്വർഗത്തിനെതിരായും നിന്റെ മുമ്പിലും ഞാൻ പാപം ചെയ്തു. നിന്റെ പുത്രനെന്ന് വിളിക്കപ്പെടാൻ ഞാൻ ഇനി യോഗ്യനല്ല. നിന്റെ ദാസരിൽ ഒരുവനായി എന്നെ സ്വീകരിക്കണമേ. ഇപ്പൊ അത് അവന്റെ ഒരു സോളിലോക്കിയാണ്. അവന്റെ മനസാക്ഷി അവനെ ധ്യാനിപ്പിക്കുക. ധ്യാനഗുരുവില്ല, ധ്യാനകേന്ദ്രമില്ല, നല്ല നാട്ടുകാരില്ല പറഞ്ഞു കൊടുക്കാൻ. ഇതൊന്നും ഇല്ലെങ്കിലും ഒരു മനുഷ്യന് മനസാക്ഷി തന്നെയാണ് അവൻ്റെ ധ്യാനഗുരു. കാര്യം നമ്മുടെ തെറ്റും ശരിയൊക്കെ നമ്മുടെ മനസാക്ഷിക്ക് അറിയാം. പക്ഷേ ചില ആൾക്കാർ ദുരഭിമാനം കൊണ്ട്, ഞാൻ ഈ ധൂർത്തപുത്രനെ തിരിച്ചു വരെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവന് ദുരഭിമാനം ഇല്ലെന്നുള്ളതാണ്. അത് നമുക്ക് അടുത്ത ദിവസം കാണാതിനെക്കുറിച്ച്. ഇപ്പോൾ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ധൂർത്തപുത്രൻ്റെ മനസ്സിൽ അവനൊരു തീരുമാനം എടുക്കുമ്പോൾ ആ തീരുമാനത്തിൻ്റെ ഒരു വിഷയം എന്താണെന്നറിയാമോ? അങ്ങയുടെ ദാസരിൽ ഒരുവനായി എന്നെ സ്വീകരിക്കണമേ. എന്നുവെച്ചതിൻ്റെ അർത്ഥം എന്താണ്? ഞാനത് റീഫണ്ട് ചെയ്തോളാം. എല്ലാം ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല, ഭീമമായ തുകയാണ്. എന്നാൽ ആ മനുഷ്യന് ഒരു ആഗ്രഹമുണ്ട്. എന്താണ്? പരിഹാരം ചെയ്യണമെന്ന്. നോൻപുകാലം പരിഹാരത്തിൻ്റെ കാലമാണ്. നമ്മൾ ഇപ്പോഴ് ആണ്ടുകുംഭാസം നടത്തുമ്പോൾ പോലും ആ പരിഹാരം ഒരു കാലികമായ തിന്മയിൽ നിന്നുള്ളൊരു പരിഹാരത്തിനാണ് നമ്മൾ പ്രായശ്ചിത്തമായിട്ട് ചെയ്യുന്നത്. പക്ഷെ പ്രായശ്ചിത്തം നമ്മൾ ചൊല്ലുകയാണ് ചെയ്യണത്. ഇയാൾ പറയണത് ഞാൻ പ്രായശ്ചിത്തം ചെയ്തോളാം എന്നാണ് പറയണത്. പ്രായശ്ചിത്തം ചൊല്ലാൻ ആർക്കും കഴിയും. അവിടെ മുട്ടയെന്ന് മൂസ്വർഗസ്ഥനായ ചൊല്ലിട്ട് പോന്നാൽ മതി. പക്ഷേ ഇയാളങ്ങനെയല്ല പറയണത്. അങ്ങയുടെ ദാസൻ ഒരുവനായി എന്നെ സ്വീകരിക്കണമെന്ന് പറയുമ്പോൾ ഞാൻ പ്രായശ്ചിത്തം ചെയ്തോളാമെന്നാണ്. ഇത് ദൈവദർശന് സ്വീകാര്യമായ കർത്താവിൻ്റെ മനസ്സിലിരിപ്പാണ്. ഈ കഥയെല്ലാം വരണം എവിടെ നിന്നാണ്? കർത്താവ് എങ്ങനെയാണ് ഒരു പാപിയെ കാണുന്നത്? പ്രായശ്ചിത്തം ചൊല്ലുന്നവരെ അല്ല. അയാൾ പറയുന്നുണ്ട്, അങ്ങക്കെതിരായി ഞാൻ പാപം ചെയ്തു പോയി എന്നൊക്കെ ഏറ്റു പറയുന്നുണ്ട് അയാൾ. പക്ഷെ പ്രായശ്ചിത്തം അയാൾ ചെല്ലുകയല്ല ചെയ്യണത്, പ്രായശ്ചിത്തം ചെയ്തോളാമെന്ന് പറയണതാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, ഈ നോൻപുകാലത്ത് ഞാൻ അങ്ങയുടെ തിരുസന്നിധിയിൽ അങ്ങനെക്ക് നൽകിയ വിശുദ്ധിയും വരപ്രസാദവും നഷ്ടപ്പെടുത്തിക്കൊണ്ട് അങ്ങയുടെ കൃപയിൽ നിന്ന് അങ്ങയുടെ വിശുദ്ധ രക്തത്തിനെതിരായി ചെയ്ത പാപങ്ങളെ ഓർത്ത് അങ്ങയുടെ കൃപയിൽ നിന്ന് മാറ്റപ്പെട്ടതിനെ ഓർത്തും ഞാൻ പശ്ചാത്തപിക്കുന്നു. അങ്ങനെ സംഭവിച്ചു പോയതിൽ ഞാൻ ഖേദിക്കുകയും എന്റെ പാപങ്ങൾക്കെല്ലാം ധൂർത്തപുത്രനെ പോലെ അക്ഷരാർത്ഥത്തിലെ പരിഹാരം ചെയ്യാനുള്ള
കൃപ എനിക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നിങ്ങളവർക്ക് എന്താണ് പശ്ചാത്താപം, എന്താണ് പരിഹാരം ചെയ്യേണ്ടതെന്ന്. ഇപ്പോൾ നിങ്ങളൊരു അബോർഷനാണ് സംഭവിച്ചതെന്നുണ്ടെങ്കിൽ അബോർഷൻ്റെ പരിഹാരം എന്താ? 2-3 പരിഹാരങ്ങളുണ്ട്. ഒന്ന്, ഒരു കുഞ്ഞിനെ ദത്തെടുക്കുക, അല്ലേ? പഠിക്കാത്ത കുഞ്ഞുങ്ങൾ, അപ്പനില്ലാത്ത കുഞ്ഞുങ്ങളുണ്ടാകും, അപ്പം മരിച്ചുപോയ കുഞ്ഞുങ്ങളുണ്ടാകും. അതുപോലെ തന്നെ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊരു പങ്കുവെച്ച് ചെയ്തിരിക്കുന്നത് ഓട്ടിസമുള്ള കുഞ്ഞുങ്ങളെയൊക്കെ വളർത്തുകയാണ്. ചെറിയൊരു വരുമാനത്തിലാണ്, പക്ഷേ ആ വരുമാനം കൊണ്ട് എന്താകാനാണ്? ഓട്ടിസമുള്ള ഒരു കുഞ്ഞിനെ വളർത്താൻ ഒരു അമ്മക്ക് പറ്റുന്നില്ല. അപ്പോഴാണ് 5-6 കുഞ്ഞുങ്ങളെ ഒരമ്മ വളർത്തിക്കൊണ്ട് വരണത്. അപ്പോൾ അത് ഉള്ളിൻ്റെ ഉള്ളൊരു പരിഹാരമാണ് ശരിക്കും പറഞ്ഞാൽ. ഇതുപോലെ തന്നെയാണ് ചിലർ അനാഥാലയങ്ങളിൽ പോയി പ്രായമായവരുടെ ഉടുപ്പൊക്കെ അലക്കി കൊടുക്കുകയും അവർക്ക് ഇങ്ങനെ ബോധമില്ലാതെ ഫസ്റ്റ് കോളും സെക്കൻഡ് കോളും ഒക്കെ കഴിഞ്ഞ് കിടക്കുന്ന ആൾക്കാരെ കഴുകുന്നില്ലേ? ഇപ്പം കന്യാസിമാർ 2 പേരൊക്കെ ചിലപ്പോൾ ഉണ്ടാകത്തുള്ളൂ. ഓരോരുത്തരുടെ കഴുകി വരുമ്പോൾ തന്നെ മണി 12 ആവും. അത് നിസ്സാര കാര്യമില്ല. അപ്പം നമ്മുടെ സിസ്റ്റേഴ്സിൻ്റെ ദൈവവിളി എന്ന് പറഞ്ഞാൽ ആ ദൈവവിളിയുടെയൊക്കെ മുമ്പിൽ നമ്മൾ തൊപ്പിയെടുത്ത് ഹാറ്റ് ഓഫ് ചെയ്യേണ്ടി വരും. കാര്യം ഞാനൊരു ജന്മന വൈകല്യമുള്ള കുഞ്ഞുങ്ങളുടെ ഒരു കോൺവെൻറ്റിൽ വയനാട്ടിലോ എവിടെ അപ്പോൾ DSSകാരുടെ എൻ്റെ മനസ്സ് നിറഞ്ഞു പോയി. 2 സിസ്റ്റർമാർ ആ ജന്മം മൊത്തം ഒഴിഞ്ഞു വെച്ചിരിക്കുകയാണ് ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി. അവിടെ അമ്മമാർ പോലും നോക്കണതിനേക്കാളുമാണ് അവർ നോക്കുന്നത്. എനിക്കത് എങ്ങനെ അവർ ചെയ്യണമെന്ന്. ഈ ക്രിസ്ത്യൻ ചാരിറ്റി എന്ന് പറയുന്നത് ബൈബിളിലുള്ളതിനേക്കാളും പവർഫുള്ളായിട്ടാണ് ഈ പലരും ചെയ്യണത് ഇന്നത്തെ കാലത്ത്. അതാണ് പരിഹാരം ചെയ്യുക. മറ്റുള്ളവരുടെ തിന്മകൾക്ക് പോലും നമ്മൾ പരിഹാരം ചെയ്യുമ്പോൾ ദൈവത്തിരുസേന റിട്ടാലിയേഷൻ സംഭവിക്കും. നീതീകരിക്കപ്പെടുകയും അതിൻ്റെ ഓഹരി കൃപയായി ചൊരിഞ്ഞു കിട്ടുകയും നമ്മുടെ ആത്മാ പുണ്യപ്പെടുകയും ചെയ്യുന്നൊരു കാലമാണ് നോൻപ് കാലം. ഇതെന്ത് ചെയ്യണേ? അന്നമ്മ സജി എന്നാണ്. എന്നെ അറിയപ്പെടുന്ന സുജാ സജി എന്നാണ്. ഞാൻ ആദ്യമായിട്ട് ഉടുമ്പടി എടുത്തത് ഒക്ടോബർ 18, 2022 ഞാൻ ഇവിടെ ഇപ്പം നിൽക്കുന്നത് കൃപാസന മാതാവ് എനിക്ക് തന്ന പ്രത്യേക ഭയങ്കര ഒരു അത്ഭുതമാണ് എനിക്ക് നടന്നത്. ഞാൻ ജന്മന മുടന്തയായിരുന്നു. എൻ്റെ കാല് മടങ്ങിയായിരുന്നു ഇരുന്നത്. വിരലുകളെല്ലാം ഇങ്ങനെ ഉരുണ്ടാണ് ഇരുന്നത്. എനിക്ക് മാതാവ് അത്ഭുതകരമായിട്ട് എനിക്ക് കാലിൽ വന്ന് തൊട്ട് സൗഖ്യം തരികയും ചെയ്തു. ഞാൻ ഇവിടെ വരാനുണ്ടായ കാര്യം ഞാൻ പറയുകയാണ്. എനിക്ക് 49 വയസ്സായി. എനിക്ക് 47 വയസ്സ് വരെ എനിക്ക് കാലിന് ഒരു കുഴപ്പമില്ല. എങ്ങനെയാണെന്ന് വെച്ചാൽ ജന്മന ഉള്ളത് ആയതുകൊണ്ട് എനിക്കതൊരു വലിയ പ്രശ്നമായിട്ട് തോന്നിയില്ല. ഞാനത് വെച്ച് ഒരു കുടുംബം പോയിട്ട് പോകുന്നു. എനിക്ക് 2 മക്കളുമുണ്ട്. അവരെയും പോയിട്ട് ഞാൻ ഇങ്ങനെ പോകുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് തീരെ വയ്യാതായി. 47-ാം വയസ്സിൽ എൻ്റെ ഇടത്തുകാലിനായിരുന്നു മുടന്ത്. വലത്തുകാലിന് താങ്ങാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് വന്നു. അന്നേരം ഞാനിങ്ങനെ ഒത്തിരി സങ്കടപ്പെട്ട് പണിയെടുത്ത് നടക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ ഇടവക പള്ളി പോകുമ്പം ഒരു ഗ്രോട്ടയുണ്ട്. അവിടെ മാതാവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എനിക്കിനിയും ഇവിടെ കയറി തിരികെത്തിക്കാനും കുർബാന കാണാനും വരാത്ത അവസ്ഥയിലാണ്. ഈശോയുടെ കുരിശുരൂപത്തെ നോക്കി കരഞ്ഞുകൊണ്ട് ഞാൻ പറയും, എനിക്ക് ഇനിയും വലത്തുകാല താങ്ങി നിന്ന് കുർബാന കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഈശോ എനിക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്തു തരണം. എനിക്ക് കുർബാന കാണുകയും വേണം. അങ്ങനെ ഇരിക്കുമ്പോൾ വചനം വായിക്കാൻ എനിക്ക് വലിയ താല്പര്യമുണ്ടായി. അങ്ങനെ ഞാൻ വചനം വായിക്കാൻ തുടങ്ങിയപ്പോൾ മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 4-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: അന്ധന്മാർ കാഴ്ച പ്രാപിക്കുന്നു, മുടന്തന്മാർ നടക്കുന്നു, കുഷ്ഠരോഗികൾ സുഖപ്പെടുന്നു, ബധിരർ കേൾക്കുന്നു, മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്നു. ഞാൻ ഈശോയോട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഒരു കുടുംബം പോയിട്ട് ഞാൻ ഇത്ര കാലമായി ഇങ്ങനെ നടക്കുന്നു, എനിക്ക് സൗഖ്യം തരാമെങ്കിൽ ഞാൻ ഇതെല്ലാം വിശ്വസിക്കാം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഈ ചേച്ചി ഇങ്ങനെ വിഷമാവസ്ഥ കഴിയുമ്പോൾ ഈ ചേച്ചി കൃപാസനത്തെ പറ്റി എന്നോട് പറയുന്നു. ഞാൻ കൃപാസനത്തിൽ 2019 തൊട്ട് തുടങ്ങിയതാണ്. എനിക്ക് ഓരോ കാര്യം കിട്ടി, ഞാൻ സാക്ഷ്യവും പറയുന്നുണ്ട്. അങ്ങനെ എനിക്ക് ഒരു 6 മാസം മുമ്പേ ഒരു കാശ് രൂപ എനിക്ക് തന്നു. അപ്പോൾ ഞാൻ മാതാവിനോട് ചെറുപ്പം മുതലേ ഭയങ്കര ഭക്തിയാണ്. അതുകൊണ്ട് ഞാൻ ആ കാശ് രൂപ സൂക്ഷിച്ചു വെച്ചു. അങ്ങനെ ഞാൻ ചേച്ചിയോട് ചോദിച്ചു, ഇവിടുത്തെ മാതാവും അവിടുത്തെ മാതാവും തമ്മിൽ എന്നാ ഇത്ര മാറ്റം ഇരിക്കുന്നത്
എനിക്ക് എല്ലാം തന്നെ മാതാവ് നടത്തി തരുന്നുണ്ടല്ലോ, ഇന്ന് വരെ എനിക്കൊരു കാര്യം നടത്തി തരാതെ ഇരുന്നിട്ടില്ല. അങ്ങനെ ഞാൻ ഇരിക്കുമ്പോഴാണ് ചേച്ചി എന്നോട് വരാനൊന്നും പറയുന്നില്ല, എനിക്ക് കാര്യങ്ങളൊക്കെ നടന്ന് കിട്ടുന്നേ പറയുന്നുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു, മാതാവിനോട് ഞാൻ എൻ്റെ മനസ്സിൽ പറഞ്ഞു, മാതാവ് എനിക്ക് കൃപാസന മാതാവ് എനിക്കൊരു അടയാളം തരാതെ ഇതൊന്നും ഞാൻ വിശ്വസിക്കത്തില്ല. അവിടെ കിട്ടി ഇവിടെ കിട്ടി എന്നൊന്നും പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല, എനിക്ക് തന്നെ കിട്ടിയാലേ ഞാൻ വിശ്വസിക്കുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ പറഞ്ഞു, എനിക്ക് കൃപാസനത്തിലൊന്ന് വരണം, മാതാവിനെ ഒന്ന് കാണണം, കൃപാസനം ഒന്ന് ചവിട്ടണം, ഇത്രയും മാത്രമേ ഉള്ളായിരുന്നുള്ളൂ എൻ്റെ ആഗ്രഹം. അങ്ങനെ ഞാൻ കൃപാസനത്തിൽ വരികയും മാതാവിൻ്റെ അടുത്ത് വന്ന് നിന്നതേ ഉള്ളൂ, ഒന്നും ചോദിച്ചില്ല മാതാവിനോട്. ഇനി ഇത് ഒരിക്കലും എനിക്ക് ഈശോ മാറ്റി തരുമെന്ന്, കാരണം ജന്മന തന്നതാണ്, അത് എനിക്ക് മരണം വരെ വഹിച്ചുകൊണ്ട് പോകാനുള്ളതാണെന്നാണ് ഞാൻ വിശ്വസിച്ചിരുന്നത്. എന്നാൽ ഞാൻ വീട്ടിൽ തിരിച്ചു വന്ന് 11-ാം ദിവസം എനിക്ക് ഈ വലിയ ഫോണില്ലായിരുന്നു, എനിക്ക് ഫോൺ വാങ്ങുകയും കൃപാസനം കേൾക്കുകയും ഞാൻ ചെയ്തു. അങ്ങനെ കൃപാസനത്തിൻ്റെ സാക്ഷ്യം കേൾക്കുകയാണ്. ആദ്യത്തെ സാക്ഷ്യം ഞാൻ കേട്ടു വൈകുന്നേരം ചേട്ടന് ഭക്ഷണം കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ. അപ്പം ചേട്ടന് ഭക്ഷണം കൊടുത്ത് ഞാനിങ്ങനെ പാത്രവും കഴുകിക്കൊണ്ട് നിൽക്കുമ്പോൾ എന്നോട് മാതാവ് പറഞ്ഞു, സാക്ഷ്യം കേൾക്ക്, എന്തിനാണ് ഈ ഫോൺ ഇവിടെ വെച്ചിരിക്കുന്നത്? ഞാൻ വേഗം ഫോണെടുത്ത് സാക്ഷ്യം കേട്ടേക്കാമെന്ന മാട്ടിൽ വേഗം ഫോൺ ഓണാക്കി. അപ്പോൾ ഒരു ചേച്ചി പറയുന്നു, ആ ചേച്ചിയുടെ കാലിന് നീരായിരുന്നു, മാതാവ് വന്ന് തൊട്ട് സൗഖ്യം നൽകി. പെട്ടെന്ന് മാതാവ് എൻ്റെ കാലിൽ വന്ന് തൊടുകയും ഞാൻ കാല് നിവർത്തി ചവിട്ടി നിൽക്കുകയും ചെയ്തു. അപ്പോൾ ഞാൻ ചേട്ടനോട് ചോദിച്ചു, എൻ്റെ കാല് ഇങ്ങനെ തന്നെയായിരുന്നു? അപ്പം ചേട്ടൻ അധികം പറയാത്ത കൂട്ടത്തിലാണ്, എങ്കിലും പറഞ്ഞു, നിവർന്നെന്ന് തോന്നുന്നു, നീ നേരം വിളക്കുമ്പോൾ നോക്കാനാ. അങ്ങനെ ഞാൻ പ്രാർത്ഥനയും കഴിഞ്ഞ് ചേട്ടൻ കിടന്നുറങ്ങി. എനിക്ക് ഉറക്കം കിട്ടുന്നില്ല, ഞാൻ ഇങ്ങനെ നടക്കുകയാണ്, പ്രാർത്ഥനയും ചൊല്ലി കരുണക്കൊന്തിയെല്ലാം ചൊല്ലി. അങ്ങനെ നേരം വെളുത്തു. ഞാൻ അടുത്തുള്ള ചേച്ചിയും വിളിച്ച് കാണിച്ചു. ചേച്ചിയും പറഞ്ഞു, എടി കാല് നിവർന്നു, നീ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു, ഞാനും പോയി പ്രാർത്ഥിക്കാമെന്ന്. അങ്ങനെ ഒരാഴ്ച വീണ്ടും പിന്നിട്ടു. വീണ്ടും രണ്ടാമതും 8 ദിവസമായപ്പോൾ മാതാവ്, ഞാൻ ചേട്ടന് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുക ആ സമയം കൊടുത്ത് മുന്നോട്ട് 3-4 സ്റ്റെപ്പ് വെച്ചപ്പോൾ മാതാവ് വീണ്ടും വന്ന് എൻ്റെ കാലിൽ തൊട്ടു. അപ്പോൾ എനിക്കത് വല്ലാതെ ഫീൽ, ഞാൻ ടിക്കെന്നും പറഞ്ഞ് നിവർന്നു. ഈ ഷോൾഡറും എൻ്റെ നിവർന്നു, ഈ ഒരു വശം കൊണ്ട് എനിക്ക് ചെരുവായിരുന്നു ശരിക്കും. ഞാൻ നിവർന്ന് തന്നെ നിന്ന് ഈശോയെ സ്തുതിച്ചു. കാലിന് ശരിക്കും നീളക്കുറവ് തന്നെയായിരുന്നു, സാധനവും കുറവുണ്ടായിരുന്നു. ഞരമ്പുകളൊക്കെ ഇങ്ങനെ പിടിപ്പിക്കുകയാണ്. ഞാനത് ശരിക്കും അറിയുന്നുണ്ട്. ഞരമ്പൊക്കെ ഇങ്ങനെ പിടിപ്പിക്കുമ്പോൾ നമ്മുടെ ദേഹത്തോടെ എന്താ ഈ ജീവികളൊക്കെ ഇല്ല, അതിങ്ങനെ കയറി പോകുന്നതിലുള്ളൊരു ഫീലിംഗാണ് വരുന്നത്. അപ്പോൾ എനിക്ക് വല്ലാത്ത വേദനകൾ വരും, എന്നാലും സഹിക്കാൻ പറ്റുന്ന വേദനയൊക്കെ ഉള്ളൂ. ഈ പുറകുവശമാണെങ്കിലും ബേക്ക് ഇങ്ങനെ തള്ളിയാണ് നിന്നത്. അപ്പോൾ എനിക്ക് പുറത്ത് വേദന വരും. ഞാൻ നിൽക്കുന്നിടത്ത് നിൽക്കാൻ അങ്ങ് പൊന്തി പോവുകയാണ്. അങ്ങനെ പൊന്തി പോകുമ്പം പുറം ഇങ്ങനെ പൊട്ടിപ്പോകും. അങ്ങനെ വൈകുന്നേരം ആവുമ്പം വീണ്ടും മാതാവ് വന്ന് തൊട്ടപ്പോൾ ഇവിടെ അകലം നിവരുകയും ചെയ്തു. പിന്നെ ഒരു ദിവസം രാത്രിയിൽ മാതാവ്, ഞാൻ പതുക്കെ ഉറങ്ങുന്നുള്ളൂ, അത് ബോധം കിട്ടുന്ന ഉറങ്ങുന്നില്ല. മാതാവ് എൻ്റെ അടുത്ത് വന്ന് എൻ്റെ കൈയും കാലും വലിച്ച് നീട്ടുകയും ഇവിടെ ഒരു സ്കെയിൽ വെച്ച് ശരിക്കും എന്നെ അളന്ന് ശരീരം ഷേപ്പാക്കുകയും ചെയ്തു. അങ്ങനെ 2 തവണ വന്ന് എനിക്ക് സൗഖ്യം നൽകി മാതാവ്. പിന്നെ എൻ്റെ മാതാവ് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഇങ്ങനെ സൗഖ്യം നൽകിക്കൊണ്ടിരിക്കുകയാണ്. ചില സമയത്ത് എനിക്ക് വളരെ ക്ഷീണം പിടിക്കും, കാലിന് നല്ല തണുപ്പ് കയറും. അപ്പോൾ എന്നോട് പറയും, കമ്പിളി പതച്ച് കയറി കിടന്നു. അങ്ങനെ ഞാൻ കയറി കിടക്കും. അതിൻ്റെ ക്ഷീണം മാറുമ്പോൾ വീണ്ടും ഞാൻ ഏൽക്കും. ഇങ്ങനെയാണ് എനിക്ക് സൗഖ്യം കിട്ടിയത്. ഞാൻ പറയുവാണെങ്കിൽ കൃപാസനത്തിൽ വരികയും മാതാവിനെ കാണുകയും ചെയ്യും മാത്രമേ ഉള്ളൂ. ഉടമ്പടി എടുത്തു. ഉടമ്പടിയിൽ ഞാൻ വെച്ചത് 6 നിയോഗങ്ങളാണ് ഈശോയോട് വെച്ചത്. ആ 6 നിയോഗവും ഈ കാര്യം ഞാൻ വെച്ചിട്ടേ ഇല്ല. 6 നിയോഗവും എൻ്റെ ചേട്ടനും മക്കൾക്കും വേണ്ടിയാണ് ഞാൻ വെച്ചത്. എൻ്റെ ഒരു കാര്യം പോലും ഞാൻ നിയോഗത്തിൽ വെച്ചിട്ടില്ല. പിന്നെ അതാണ് എൻ്റെ സാക്ഷ്യം. അത്ഭുതകരമായിട്ട് തന്നെ ജന്മന മുടന്തയായിരുന്ന ദൈവം എനിക്ക് പരിപൂർണ്ണ സൗഖ്യം തന്ന. എനിക്ക് വേദനയാണ്, ഭയങ്കര വേദനയായിരുന്നു. ആ വേദനയെല്ലാം എൻ്റെ മാറി. വേദന മാറ്റിയത് ഞാൻ അറിഞ്ഞില്ല. ഇത് കാര്യം പറയേണ്ടായിരുന്നു, ഞാൻ മറന്നു പോയതാണ്. പിന്നെ ഞാൻ കൃപാസനത്തിൽ വന്നു കഴിഞ്ഞാൽ
ഒന്ന് കിടന്നുറങ്ങി ഏറ്റപ്പോൾ എൻ്റെ വേദനയെല്ലാം മാറി. പക്ഷേ ആ വേദന പോകുന്ന ഞാൻ അറിയുന്നില്ല. വേദന ഇല്ലാത്തത് കൊണ്ട് എനിക്ക് കാലിനെ അധികം ശ്രദ്ധിക്കേണ്ടിയും വന്നില്ല. അങ്ങനെ ഞാൻ 10 ദിവസം ജപമാലയ്ക്കെല്ലാം വീടുകളിൽ കൂടെ പോവുകയും ചെയ്തു. പിന്നെ ഒരു ചേച്ചിക്ക് കാലിൽ ഒരു എല്ല്, എൻ്റെ അടുത്തുള്ളൊരു ചേച്ചിയാണ്, കാലിൽ എല്ല് വളരുന്നുണ്ടായിരുന്നു. ആ ചേച്ചിയുടെ ഡേറ്റ് കുറിച്ചാണ് ആ എല്ല് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി മുട്ടിൻ്റെ അവിടെ. ആ ചേച്ചി എന്നെ വന്ന് കാണിച്ചപ്പോൾ ഞാൻ ആ തൈലം തൊട്ട് ആ ചേച്ചിയുടെ എല്ല് തൂക്കുകയും കാശുരൂപം വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. അത്ഭുതകരമായിട്ട് ആ ചേച്ചിയുടെ എല്ല് താന്നുപോയി. അതുപോലെ തന്നെ എൻ്റെ മകൾക്കും ഒരു കുരു വന്നു ശരീരത്ത്. അതിൽ ഞാൻ ഇങ്ങനെ തൈലം തൊട്ട് തൂക്കുകയും കാശുരൂപം വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. ശരിക്കും അന്ന് രാത്രി തന്നെ ആസ്പത്രി കൊണ്ടുപോകേണ്ട ഒരു കേസായിരുന്നു അത്. അതും അത്ഭുതകരമായി മാതാവ് സൗഖ്യം തന്നു. പിന്നെ എൻ്റെ ചേട്ടന് അങ്ങനെ പള്ളി പോകില്ല. എന്നാൽ വിശ്വാസമുണ്ട് താനും പള്ളി പോകുകയില്ല. ഇപ്പോൾ ഞായറാഴ്ച ദിവസം മുടങ്ങാതെ പള്ളി പോവുകയും ചെയ്യും. പിന്നെ പള്ളി പോകാൻ ഞങ്ങൾക്ക് വീട്ടിൽ വണ്ടി ഉണ്ടെങ്കിലും വണ്ടി എടുക്കാൻ മകൻ ഇല്ലാത്തത് കൊണ്ട് ചേട്ടൻ ഓടിക്കാനും അറിയത്തില്ല. അത്ഭുതം എന്ന് പറയട്ടെ, ഞാൻ കൃപാസനത്തിൽ വന്ന് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ചേട്ടൻ സ്കൂട്ടി ഓടിക്കുകയില്ല. അത്ഭുതകരമായിട്ട് ചേട്ടൻ ഒരു സ്കൂട്ടി വാങ്ങുകയും എന്നെ പള്ളിയിൽ എന്നും എത്തിച്ചു തരികയും ചെയ്യും. പിന്നെ എനിക്കറിയത്തില്ല, എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നു. അനുഗ്രഹങ്ങളുടെ ഒരു പൂമാല തന്നെയായിരുന്നു വീട്ടിൽ. ഞാൻ കൃപാസനത്തിൽ വന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ നടത്തി തന്ന ഈശോയ്ക്കും മാതാവിനും ഞാൻ നന്ദി പറയുന്നു. പ്രിയ സഹോദരങ്ങളെ, നമ്മളിപ്പോൾ ശ്രവിച്ചത് അന്നമ്മ കടയ്ക്കൽ കോഴിക്കോട് നിന്ന് വന്ന സഹോദരിയുടെ അനുഭവ സാക്ഷ്യമായിരുന്നു. യെശയ്യാപ്രവാചന പുസ്തകം 41:15 പറയും, മുലകുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാവുമോ? പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ഇതാ നിന്നെ ഞാൻ എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അന്നമ്മ കടയ്ക്കലിന് ലഭിച്ചിരിക്കുന്ന ഒരു വചനഭാഗം, അല്ലെങ്കിൽ ഈ ഒരു സംഭവം നമ്മൾ കേൾക്കുമ്പോൾ ഓർത്തുപോകുന്ന ഒരു വചനമാണ് യെശയ്യാപ്രവാചന പുസ്തകം 49:15 പറഞ്ഞിരിക്കുന്നത്. പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ഇതാ നിന്നെ ഞാൻ എൻ്റെ ഉള്ളം കൈ രേഖപ്പെടുത്തിയിരിക്കുന്നു. കർത്താവ് പറഞ്ഞ ഈ മറക്കുകയില്ല, ഉള്ളം കൈ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ളത് ഈ മകളെ സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ളതും അതുപോലെ തന്നെ യാഥാർത്ഥ്യമായി തീരുന്നതുമൊക്കെ നമ്മൾ കാണുകയായിരുന്നു. ഈ ജന്മന മുടന്തയായിട്ടുള്ള ഒരു സഹോദരിയായിരുന്നു. 49-ാമത്തെ വയസ്സിൽ അത് പൂർണ്ണമായി സൗഖ്യം പ്രാപിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാനായിട്ട് വന്നെത്തിയിരിക്കുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പോഴവിടുത്തെ ഇടവക വികാരി അച്ഛൻ്റെ ലെറ്ററൊക്കെ ആയിട്ടാണ് വന്നത്. അപ്പം ഞാൻ ചോദിച്ചു, അതിൻ്റെ ഈ മെഡിക്കൽ റിപ്പോർട്ടുണ്ടോ, മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉണ്ടോ, ആശുപത്രി പോയതുണ്ടോ എന്നൊക്കെ ചോദിച്ചു. അപ്പോഴേ ജന്മനാ മുടന്തത് ആയതുകൊണ്ടും അതൊരിക്കലും സുഖപ്പെടുത്താനായിട്ട് സാധ്യതയില്ലാത്തത് കൊണ്ടും ഇവർ ആശുപത്രിയിലൊന്നും പോയിട്ടില്ലായിരുന്നു. പിന്നീട് അവിടുത്തെ വികാരി അച്ഛൻ്റെ ലെറ്ററിൽ സാക്ഷ്യപത്രമായിട്ട് ഇത് സത്യമാണെന്ന് കാണിച്ചുകൊണ്ട് അതുകൂടി എഴുതിയാണ് അവരിവിടെ കൊണ്ടുവന്നിരിക്കുന്നത് ലെറ്റർ പാഡിൽ. ഇപ്പോഴും നമ്മൾ കേട്ടതാണ് ജന്മന മുടന്തയായിട്ടുള്ള ഒരു സഹോദരി. ഈ ഒരു കാലിന് നീളക്കുറവും ഒരു കാലിന് നീളക്കുറവും അതുപോലെ വണ്ണക്കുറവും ഒക്കെ കാരണം മുടന്ത് ഉള്ളിലേക്ക് വളഞ്ഞിരിക്കുന്ന അവസ്ഥയിലാണ് ജനിച്ചതും അതുപോലെ തന്നെ കഴിഞ്ഞതും. അങ്ങനെയുള്ള ബുദ്ധിമുട്ടിൻ്റെ സമയത്തും വീട്ടിലെ കാര്യത്തിനൊരു കുറവില്ലാതെ ആ ഒരു ന്യൂനത വെച്ചുകൊണ്ട് തന്നെ കഷ്ടപ്പെടുകയും ബുദ്ധിമുട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ കേട്ടതായിരുന്നു, മുതുകിൽ ഒരു വലിയ കൂന് പോലെ വളവും ഉണ്ടായിരുന്നു. ഈ മുടന്തും അതുപോലെ തന്നെ മുതുകിലുള്ള കൂനുമായിരുന്നു കർത്താവ് കൃപാസനമ്മയുടെ മധ്യസ്ഥതയിൽ പ്രാർത്ഥിച്ചത് വഴിയായിട്ട് ദൈവം അത്ഭുതവഹമായിട്ട് മാറ്റിക്കൊടുത്തത് നമ്മൾ ശ്രവിച്ചത്. ഇവിടെ എത്രാമത്തെ വയസ്സാവുന്ന 47-ലോ 47-ാം വയസ്സിലാണ് കൃപാസനത്തിലേക്ക് കടന്നു വന്നതും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ കൃപാസന ഉടമ്പടിയൊക്കെ ഏറ്റെടുക്കും. അപ്പോൾ ഈ ഉടമ്പടി എടുത്തപ്പോൾ 6 നിയോഗങ്ങളാണ് അർപ്പിച്ചത്. അപ്പോഴീ മുടന്തിൻ്റെ നിയോഗം മാറുന്നതിന് വേണ്ടി പറഞ്ഞിട്ടില്ലായിരുന്നു. പറയാത്തതിൻ്റെ ഒരു കാര്യം അത് വെച്ചിരുന്നു. അത് നേരിടാനും അതിനെ എങ്ങനെ തരണം ചെയ്യുവാനും ബുദ്ധിമുട്ട് വഹിക്കുവാനുമുള്ള ശക്തിക്ക് വേണ്ടിയാണ് നിയോഗം അർപ്പിച്ചത്. എനിക്ക് മുടന്തുണ്ട്, എനിക്ക് കാര്യങ്ങൾ ചെയ്യാൻ പ്രയാസമാണ്, അങ്ങനെയുള്ള ബുദ്ധിമുട്ടിൻ്റെ അവസരത്തിലും
അതൊക്കെ നേരിടുവാനുള്ള ശക്തിക്ക് വേണ്ടിയാണ് ഈ സഹോദരി നിയോഗത്തിൽ പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചിരുന്നത്. എന്നാൽ കർത്താവ് ആ മുടന്ത് തന്നെ പൂർണ്ണമായി സൗഖ്യപ്പെടുത്തി കൊടുത്ത് നമ്മുടെ മുന്നിൽ ഇവിടെ നല്ല ആരോഗ്യത്തോടുകൂടി കൂനുമാറി മുടന്ത് മാറി അവിടെ നിന്ന് കോഴിക്കോട് നിന്ന് ഇവിടെ വരെ യാത്ര ചെയ്ത് വന്ന് ഇരുകാലുകൾ ഉറപ്പിച്ച് നിന്ന് സാക്ഷ്യം പറയിപ്പിക്കുന്ന രീതിയിൽ നമ്മുടെ മുന്നിൽ കർത്താവ് ഒരുക്കുക. അതാണ് നമ്മൾ പറഞ്ഞത്, പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കുമോ, നിൻ്റെ പേര് എൻ്റെ ഉള്ളം കൈയിൽ ഞാൻ രേഖപ്പെടുത്തിയിരിക്കുന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ കാണുന്ന ഈ തിരുവെഴുത്തുകൾ ഈ സഹോദരിയെ സംബന്ധിച്ച് ജീവിതത്തിൽ അനർത്ഥമായി തീരുന്നതാണ് നമ്മൾ കാണുന്നത്. ജന്മനാ മുടന്ത് പൂർണ്ണമായി സൗഖ്യപ്പെട്ടത്. ഇവിടുത്തെ ശുശ്രൂഷകൾ കേട്ടുകൊണ്ടിരിക്കുമ്പോഴും ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന അവസരത്തിലും കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യം തന്നിലൂടെ കടന്നു പോകുന്നത് അനുഭവവേദ്യമാകിയായിരുന്നു. അഭിഷേകം ശരീരത്തിലൂടെ കടന്നുപോയി ആ സൗഖ്യപ്പെട്ടുകൊണ്ട് മാറുന്ന അവസ്ഥ അനുഭവിക്കുകയും അത് ആസ്വദിക്കുകയും ചെയ്തൊരു വ്യക്തി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ, ആരാധന കൂടിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ, ഓൺലൈൻ ശുശ്രൂഷകൾ കണ്ടുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ എന്തെന്നില്ലാത്ത സൗഖ്യം ജീവിതത്തിൽ അനുഭവിക്കുന്നത് തിരിച്ചറിയുവാനായിട്ട് ഈ സഹോദരിക്ക് സാധിക്കുകയായിരുന്നു. നമുക്ക് ഈ സഹോദരിയെ പ്രതി കരങ്ങളടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് പരിശുദ്ധാത്മാവിന് സ്തുതി. ആദ്യമായി ഇവിടെ ഞാൻ പറയാൻ പോകുന്നത് എനിക്ക് കിട്ടിയ വിശ്വാസ ബോധ്യത്തെക്കുറിച്ചും അത് കഴിഞ്ഞ് സാക്ഷ്യങ്ങളെക്കുറിച്ചുമാണ്. വിശ്വാസബോധ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ആർ ഗോഡ്സ് മാസ്റ്റർ പീസ്. എഫീഷ്യൻസ് 2:10 എന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവത്തിൻ്റെ മാസ്റ്റർ പീസാണ്, അല്ലാതെ ഒരു തട്ടിപ്പല്ല, ഒരു മാസ്റ്റർ പീസാണ്. നമ്മളെ ലോകത്തിലേക്ക് ഈശോ തന്നു വിടുമ്പം നമുക്ക് ഒരു രണ്ട് ഉത്തരവാദിത്വമുണ്ട്. ഒന്ന്, നമ്മൾ ദൈവത്തെ ആരാധിക്കുക. 2, നമ്മൾ ദൈവത്തിൻ്റെ കരങ്ങളും കാലുകളും ആയിട്ട് ദൈവത്തിന് വേണ്ടി വർക്ക് ചെയ്യുക എന്നുള്ളതും കൂടെയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ജീവിതത്തിലെ ഓരോ കർത്തവ്യങ്ങളും ഉത്തരവാദിത്വങ്ങളും ബന്ധങ്ങളും എല്ലാം. ഇതുകൂടാഞ്ഞ് എനിക്ക് കിട്ടിയ ബോധ്യം എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് ഒരു റിലീജിയൻ അല്ല, ഒരു റിലേഷൻഷിപ്പാണ്. നമ്മൾ ദൈവവുമായി സ്ഥിരമായി മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു ബന്ധമാണ്. ഇതിന് ഭാഗമായി ദൈവം നമുക്ക് സഹായം തന്നിട്ടുണ്ട്. മാതാവിനെ കൂടെ വിട്ടിട്ടുണ്ട്, എന്നും നമ്മുടെ കൂടെയുണ്ട്, ഈശോയുണ്ട്. ഈ ഒരു വിശ്വാസബോധ്യം നമുക്ക് കിട്ടിയാൽ തന്നെ അത് നമുക്ക് വളരെയധികം കോൺഫിഡൻസ് തരും. നമ്മുടെ മനസ്സിലുള്ള ഒത്തിരി ചിന്തകൾ പോകും. നമുക്ക് മറ്റ് ആൾക്കാരെന്ത് വിചാരിക്കും, ആൾക്കാരെന്ത് പറയും, അവരെന്തൊക്കെ ചെയ്യും, ഇങ്ങനത്തെയൊക്കെ ഒത്തിരി ചിന്തകൾ നമ്മളിൽ നിന്ന് ദൂരെ പോകും. നമ്മൾ ബേസിക്കലി നമ്മൾ ലൈറ്റാവും. നമ്മൾക്ക് പ്രധാനമായിട്ടൊരു ഫോക്കസേ ഉള്ളൂ, ദൈവത്തെ ആരാധിക്കുക, ദൈവത്തിന് നന്ദി പറയുക. ഇതൊരു വിശ്വാസം നമ്മുടെ ഉള്ളിൽ സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ അത് എളുപ്പമല്ല. അതിന് വേണ്ട എപ്പോഴും ഈശോയുടെ വചനം നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. നമ്മൾ വചനം എടുക്കണം. ചിന്തകൾ വരുമ്പോൾ വചനം എടുക്കുക. അപ്പോൾ ഈശോ നമ്മളെ കറക്റ്റായിട്ട് ഡയറക്റ്റ് ചെയ്യും. പിന്നെ സംശയിക്കേണ്ട, വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റില്ല എന്നുള്ളത് ഓർത്തോർത്ത് കഴിയുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി വിശ്വാസം വരും. വചനം പറഞ്ഞ് നമുക്ക് വിശ്വാസം വരും. ഇനിയിപ്പം കിട്ടിയ സാക്ഷ്യങ്ങൾ 4 സാക്ഷ്യങ്ങളാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ആദ്യമായി എൻ്റെ വൈഫിൻ്റെ ബ്രദറിൻലോ ദുബായിൽ ജോലി ചെയ്തിരുന്ന സമയത്ത് ജോലി പോയി. അത് കഴിഞ്ഞ് മാനസികമായും ഒത്തിരി പ്രയാസം അനുഭവിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ആൾക്ക് ലിവറിന് ഇൻഫെക്ഷൻ അടിച്ചു. അങ്ങനെ ഞങ്ങൾ അറിയുമ്പോഴത്തേക്കും കേരളത്തിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞു. വന്നപ്പം നല്ല മഞ്ഞ കളറുള്ള ഒരു അളിയനെ നേരെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടു ചെന്നപ്പം ആദ്യം കാണിച്ച ഹോസ്പിറ്റൽ പറഞ്ഞു ഇത് ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യേണ്ട ഒരു കേസാണ്, ലിവർ ഫെയിലിയർ ആയി, പിന്നെ മറ്റ് ഭാഗങ്ങളിലേക്കും ഇത് ആയിട്ടുണ്ട്. അപ്പോൾ ഉടനെ അതിൻ്റെ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് ഞങ്ങൾ മാറ്റി. എന്നിട്ട് അവിടെ ചെല്ലുമ്പോഴത്തേക്കും ഞാൻ നേരെ കൃപാസനത്തിലേക്ക് എൻ്റെ 2ാം പ്രാവശ്യം ഉടമ്പടി പുതുക്കാനായിട്ട് വന്നു. നിയോഗമായിട്ട് ചേട്ടനെ വെച്ചു.
പറയട്ടെ, അത് കഴിഞ്ഞ് തിരിച്ച് ചെല്ലുമ്പം കാര്യങ്ങളെല്ലാം വേഗം മൂവ് ചെയ്ത് തുടങ്ങി. ഒരു ഡോണർ മുന്നോട്ട് വന്നു, ഡോണറിൻ്റെ മെഡിക്കൽ അപ്രൂവലിന് വേണ്ടി പോകുന്നു. ഈ സമയത്ത് ചേട്ടൻ ഇൻഫെക്ഷൻ ഉണ്ടാവുന്നു. ഇതൊന്നും നമ്മൾ നോക്കുന്നില്ല. നമ്മൾക്ക് തന്നിരിക്കുന്ന കർത്തവ്യം എന്താണ്, അത് മുന്നോട്ട് ചെയ്യുക. മെഡിക്കൽ അപ്രൂവൽ ആണെങ്കിലും വേഗം നമ്മൾ വിചാരിക്കാത്ത സ്പീഡിൽ മെഡിക്കൽ അപ്രൂവൽ നടക്കുന്നു. അത് കഴിഞ്ഞ് സർജറി ദിവസം വന്നു, സർജറിക്ക് കയറ്റി. നമ്മൾ പുറത്തിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, വേറെ ഒന്നും ചെയ്യുന്നില്ല, പുറത്തിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് സർജറിയുടെ ഇതായിട്ട് പഴയ ലിവർ കൊണ്ട് കാണിച്ചു. അത് കഴിഞ്ഞ് പുതിയ ലിവർ വെച്ചു. സർജറി കഴിഞ്ഞു, ആളെ റൂമിലേക്ക് മാറ്റി. ഇത് കഴിഞ്ഞിട്ട് ആൾക്ക് ബോധം വന്നില്ല. ഡോണറിന് ബോധം വന്നു. ഡോണർ ഡിസ്ചാർജായിപ്പോയി. പുള്ളിക്ക് 20 ദിവസമായിട്ടും ബോധം വന്നിട്ടില്ല. ബോധം വരാതെ വന്നപ്പം എല്ലാവർക്കും വിഷമമായി, ഡോക്ടർ കൈവിട്ടതുപോലെയായി. പക്ഷേ എൻ്റെ മനസ്സിലൊരു കോൺഫിഡൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ മാതാവുണ്ട്, മാതാവ് നോക്കിക്കോളും. ഇത് കഴിഞ്ഞ് ഒരു 10-15 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും അവർ ഒരു വെൻറ്റിലേറ്റർ ഇടാൻ വേണ്ടി പുള്ളിയെ ഇതിലേക്ക് കയറ്റി. ആ പ്രോസസ്സ് കഴിഞ്ഞ് പുള്ളി വന്നു. അടുത്ത ദിവസം പെട്ടെന്ന് കണ്ണു തുറന്നു. പിന്നെ അങ്ങോട്ട് പുള്ളി ഇമ്പ്രൂവ് ചെയ്ത് വെൻറ്റിലേറ്ററിൽ നിന്ന് മാറ്റി. പുള്ളിയെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു. പുള്ളി റെസ്റ്റ് ചെയ്തു. റെസ്റ്റിങ്ങിൻ്റെ കൂടെ തന്നെ പുള്ളി ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണ്. കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നതിനെക്കുറിച്ച് ചിന്തിച്ചു. അപ്പം പിന്നെ അത് സ്റ്റാർട്ടായി, കസ്റ്റമേഴ്സ് വന്നു തുടങ്ങി. ഇന്നിപ്പം പുള്ളി തിരിച്ച് ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. മാതാവ് ഈശോയുള്ള കൂടെയുള്ള കോൺഫിഡൻസ് നമുക്കുള്ളപ്പം ഈ യാത്ര വളരെ ലൈറ്റായിരുന്നു. പക്ഷേ ആ വിശ്വാസം നമുക്ക് കുറയുമ്പോൾ നമ്മൾ പേടിക്കാൻ തുടങ്ങും, നമ്മൾ ഒത്തിരി കാര്യങ്ങൾ പേടിക്കാൻ തുടങ്ങും. പക്ഷേ ആ മാതാവ് ഈശോയും കൂടെ ഈ ചേട്ടനെ തിരിച്ച് ജീവിതത്തിലേക്ക് കൈപിടിച്ചു. മരിച്ചു പോകുന്നുള്ള പറഞ്ഞ ആളെ തിരിച്ച് ജീവിതത്തിലേക്ക്. രണ്ടാമതായി എനിക്ക് പറയാനുള്ളത്, ഞങ്ങൾക്ക് 3 ആൺപിള്ളേരാണ്. ഒരു മോളെ കൂടെ വേണം എന്നുള്ള ആഗ്രഹത്തിൽ പ്രാർത്ഥിച്ചു. കോവിഡ് സമയത്ത് വൈഫ് ക്യാരിയിങ് ആയി. 4ാമത്തെ സെക്ഷനാണ്. ക്യാരിയിങ് ആയി. ആദ്യത്തെ 2 സ്കാൻ മിസ്സായി. 5-ാം മാസം ചെന്ന് സ്കാൻ ചെയ്തപ്പം പറഞ്ഞു കൊച്ചിന് എന്തോ വൈകല്യമുണ്ട്, ഹാർട്ടിന് എന്തോ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് ഞങ്ങൾ കേരളത്തിലേക്ക് വന്നു. ഇതേപോലെ തന്നെ വരുന്ന വഴി തന്നെ ഓൺലൈൻ ഉടമ്പടിയുടെ ടൈമായിരുന്നു. അച്ഛൻ വീഡിയോ കോളിൽ കൂടെ എല്ലാവർക്കും വേണ്ടി പ്രേ ചെയ്യുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഞങ്ങൾ വല്ലാർപാടം മാതാവിൻ്റെ അടുത്തുനിന്ന് തിരിച്ചു വരുമ്പം അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. അച്ഛൻ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. ഇതിൽ 2 കാര്യം, അമ്മ കൊച്ച് 2 പേരുടെയും കാര്യത്തിൽ ടെൻഷനുണ്ട്. അവരെ കൊണ്ട് ആദ്യം കാണിച്ച ഡോക്ടർമാരൊക്കെ പറഞ്ഞു ഇതിനെ എങ്ങനെയെങ്കിലും അബോർട്ട് ചെയ്യുക, സർജറി ചെയ്ത് പെട്ടെന്ന് എടുക്കാം, ആ കൊച്ചിന് വല്ല മെഡിസിൻ കൊടുത്ത് അമ്മേരെയും ടേക്ക് കെയർ ചെയ്യാം. പക്ഷേ നമുക്കതിനൊരു ഇതില്ലായിരുന്നു. അപ്പം ഒരു തോന്നിച്ചില്ല നമുക്ക് ആ കൊച്ചിനെ കളയണം എന്നുള്ളത്. മാതാവിൻ്റെ അടുത്ത് വന്ന് ഇവിടെ സാക്ഷ്യം വെച്ചപ്പം പറഞ്ഞു, അമ്മ കൊച്ചിനെ നമുക്ക് വേണം എന്നുള്ളത് പ്രാർത്ഥിച്ച് വെച്ചു. അത് കഴിഞ്ഞ് തിരിച്ചു പോയി കുഴിക്കാട്ടുശ്ശേരിയിൽ മറിയം ത്രേസ്യ ഹോസ്പിറ്റലിൽ കൊച്ചിനെ പുറത്തെടുത്തു. മരിച്ചു പോകുമെന്ന് പറഞ്ഞ കൊച്ച് ശ്വാസം വലിച്ചു, കരഞ്ഞു. ആ കൊച്ചിനെ പെട്ടെന്ന് ICUയിലേക്ക് മാറ്റി. അത് കഴിഞ്ഞ് കൊച്ചിനെയും കൊണ്ട് ഞാൻ ലിസിയിലേക്ക് പോയി. കൊച്ചിനെ ഒരു 3 മാസത്തോളം കൊച്ച് ICUയിലായിരുന്നു. അപ്പോഴൊക്കെ ഞാനിവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് ഉടമ്പടി എടുക്കാനായിട്ട് ടോക്കൺ നമ്പർ 1 കിട്ടി. അത് ബേസിക്കലി ഇവിടെ എല്ലാം അടച്ചു കിടന്നിട്ട് തുറന്നു വരുന്ന ആദ്യത്തെ ഉടമ്പടി ഇതായിരുന്നു. അപ്പോൾ മാതാവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചു. കൊച്ചിൻ്റെ ഫോട്ടോ അച്ഛനെ കാണിച്ചു. അച്ഛൻ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ സർജറി കഴിഞ്ഞു. അത് കഴിഞ്ഞ് കൊച്ചിനെ വീട്ടിലോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റി. ഇതൊന്നും സാധിക്കില്ലായിരുന്നു. ആ കൊച്ച് ഞങ്ങളുടെ കൂടെ ഒരു ഫാമിലി മെമ്പറിനെ പോലെ 3 ചേട്ടന്മാരുടെ കൂടെയും ഫാമിലിയായിട്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഒരു 1.5 മാസം കൂടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഒരു ദിവസം കുരിശ് വരയ്ക്കാൻ നേരത്ത് അവൾ നെഞ്ചത്ത് കിടന്ന് അവൾ ശ്വാസം വലിച്ചു. അപ്പം ആ വന്ന യാത്ര കൊച്ചിൻ്റെ കംപ്ലീറ്റ് ചെയ്ത് കൊച്ച് തിരിച്ച് ഈശോയുടെ അടുത്തേക്ക് പോയി. അതിലൊരിത്തിരി വിഷമം ഉണ്ടായിരുന്നു. പക്ഷേ ഈശോ മാതാവുണ്ട്, മുന്നോട്ടും നമ്മുടെ കൂടെ ഉണ്ട്. എന്താണ് ഇതിനെക്കുറിച്ച് മീനിങ് നോക്കാൻ പോയില്ല, എല്ലാം കർത്താവിന് സമർപ്പിച്ച് മുന്നോട്ട് പോയി. ഇത് നടന്നത് 2021 ജൂണിലാണെങ്കിൽ 2022 അവസാനമായപ്പോഴത്തേക്കും വൈഫ് പിന്നെയും ക്യാരിയിങ് ആയി. 2023 നവംബർ 1-ാം തീയതി ഞങ്ങൾക്കൊരു മോനെ കിട്ടി. അപ്പം അവളുടെ ആ ഒത്തിരി വിഷമങ്ങളൊക്കെ മാതാവ് മാറ്റി ഒരു മകനെ തന്നു. ഇപ്പം അവർ സമാധാനമായിട്ടിരിക്കുന്നു.
മൂന്നാമത്തെ സാക്ഷ്യം, ആദ്യമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പം ഈ 2 BHKയിൽ താമസിച്ചിരുന്ന ഞങ്ങൾക്ക് ഇച്ചിരി കൂടെ സ്പേസ് വേണം, പിള്ളേർക്ക് കളിക്കാൻ ഒട്ടും സ്ഥലമില്ല, അതൊരു നിയോഗമായിട്ട് വെച്ചിരുന്നു. ഒരു ഭവനം വേണം, ആ ഭവനം വേണം എന്ന് എഴുതിയതിന് ശേഷം സമർപ്പിക്കുന്നതിന് മുമ്പേ ഞാൻ ചെറുതായിട്ട് ബ്രാക്കറ്റിൽ ഒരു 5 മുറിയെന്ന് എഴുതി 5 BHK എന്ന് എഴുതിയായിരുന്നു. അത് കഴിഞ്ഞ് ഇവിടെ ഇത് കൊടുത്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ നവംബർ 22 ആയപ്പോഴത്തേക്കും ഞങ്ങളിങ്ങനെ ഒരു വീട് കാണാൻ പോയപ്പോൾ പെട്ടെന്നൊരു വീട് കാണുകയും കാണുന്നതിന് ഇഷ്ടപ്പെട്ട് ടോക്കൺ കൊടുത്തു. അത് കഴിഞ്ഞ് ആ വീട് ഏകദേശം എല്ലാം കഴിഞ്ഞിരിക്കുന്ന വീടാണ്. അത് കഴിഞ്ഞ് വേഗം കാര്യങ്ങൾ നടന്നു. 1 മാസം കൊണ്ട് രജിസ്ട്രേഷനും കഴിഞ്ഞു. വീട്ടിലേക്ക് കയറി താമസിച്ചു. അത് കഴിയുമ്പോഴാണ് നമ്മുടെ ചേട്ടൻ്റെ ഇത് വന്ന് ഞങ്ങൾ നാട്ടിലോട്ട് വരുന്നതും ഞാൻ ഉടമ്പടി പുതുക്കാൻ വരുന്നതും. ആ സമയത്ത് ഇവിടെ ഇരുന്ന് ഞാൻ നോക്കിയപ്പം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വെച്ച ഉടമ്പടി നിയോഗങ്ങൾ എന്താണെന്ന് നോക്കിയപ്പം 5 BHK എന്നൊരു ചെറുതായിട്ട് എഴുതിയിട്ടിരിക്കുന്നു. അപ്പം ഞാൻ എണ്ണി നോക്കിയപ്പോൾ ശരിക്കും പറഞ്ഞാൽ 5 മുറിയും ഒരു പ്രാർത്ഥന മുറിയും വെച്ചാണ് ആ വീട് തന്നത്. അത് ഒരു ഇൻഡിപെൻഡൻറ്റ് വീട്, ഒരു 3.5 ഏക്കറിൽ ഒറ്റയ്ക്കൊരു വീടേ ഉള്ളൂ. കളിക്കാൻ നിറച്ച സ്ഥലം, പക്ഷികൾ, മൃഗങ്ങളെല്ലാം ബാംഗ്ലൂരിൻ്റെ സിറ്റിയിൽ. അപ്പോൾ ഇതെല്ലാം തന്ന് മാതാവ് ഒത്തിരി അനുഗ്രഹിച്ചു. ഇത് കഴിഞ്ഞിരിക്കുമ്പോഴാണ് ജോലിയിൽ ഒരു മനുഷ്യന്, ഒരു സീനിയറായിട്ടുള്ള ആൾക്ക് എന്നോട് എന്തോ ഒരു വിഷമം. ആ വിഷമം പുള്ളി അത് ഇച്ചിരി പേഴ്സണലായിട്ട് ഹാൻഡിൽ ചെയ്ത് മറ്റ് ഹെഡ്മാരെയൊക്കെ കൂട്ടി എന്നെ കമ്പനിയിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിയുള്ള സ്റ്റെപ്സ് എടുത്തു. ജൂൺ മാസം 23 ഇത് എന്നെ അടുത്ത് പറയുന്നു. എൻ്റെ മോള് പോയിട്ട് 1 വർഷം തികയുന്ന അന്ന് തന്നെയാണ് ഇത് പറയുന്നത്. അത് പറയുന്നതിന് മുന്നേ എനിക്കൊരു ഹിൻഡ് കിട്ടിയപ്പോൾ ഞാൻ മാതാവിനെ സമർപ്പിച്ചു. അപ്പം വചനം കിട്ടി. അവിടെ നിന്നെ വിചാരിക്കുമ്പോൾ എന്ത് പറയണം എന്നുള്ളത് നീ അറിയേണ്ട, അവിടെ ചെല്ലുമ്പോൾ പരിശുദ്ധാത്മാവ് നിനക്ക് പറഞ്ഞു തരും. ആ സമയത്ത് വളരെ പുഞ്ചിരിയോടെ ഞാൻ ആ മീറ്റിങ്ങിന് പോയി. അവർ പറഞ്ഞു, നിന്നെ പുറത്താക്കാനുള്ള പ്രോസസ്സ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇമ്പ്രൂവ്മെൻറ്റ് എന്ന് പറഞ്ഞു, PIP ഇമ്പ്രൂവ്മെൻ്റ് എന്നാണ് പറയുന്നത്. അപ്പം അതിനു വേണ്ടി ഇട്ടിട്ടുണ്ട്. പക്ഷേ ആദ്യമായി ഒരു PIP എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു 3 മാസം തരും. അത് കഴിഞ്ഞ് പിന്നെ അവർ ഇവാലുവേറ്റ് ചെയ്തിട്ട് അടുത്ത PIPയിലേക്ക് ഇടും, നല്ലതായില്ലെങ്കിൽ. അപ്പം ഈ ഒരു കമ്പനിയിൽ 8.5 വർഷമായിട്ട് വർക്ക് ചെയ്യുന്ന എനിക്ക് ആ കമ്പനിയിൽ ഇൻ ആൻഡ് ഔട്ടും ഇത്രയും നല്ലോണം കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു എംപ്ലോയി ആണെന്നുള്ള ഒരു ബോധ്യം ഉണ്ടായിരുന്നു. പക്ഷേ അതെന്നെ അഹങ്കരിപ്പിച്ചിട്ടില്ല. പക്ഷേ ആ ബോധ്യത്തിൽ ഇരിക്കെ തന്നെ ഇങ്ങനെ ഒരു ഇതിൽ കൂടെ പോകുമ്പം എനിക്ക് ഉറപ്പായി ഇതിൽ മാതാവിന് ഈശോയുണ്ട്. അപ്പോൾ വചനം എടുക്കുമ്പം പറയും, നിങ്ങളല്ല, ദൈവമാണ് നിങ്ങളെ ഇങ്ങോട്ട് അയച്ചത്. ഇത് ജോസഫ് സഹോദരങ്ങളുടെ അടുത്ത്, ഉപേക്ഷിച്ച സഹോദരങ്ങളുടെ അടുത്ത് പറയുന്ന വചനമാണ്. ഈ വചനം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരും. ഈ 9 മാസം കാലയളവിൽ എനിക്ക് അപ്ലൈ ചെയ്യാമെന്നൊക്കെ ജോലി അപ്ലൈ ചെയ്യുന്നെങ്കിലും സൈഡിൽ കൂടെ ഈ ബോസുമാരും എല്ലാം അവരുടെ ഒരു മുഷിഞ്ഞ മുഖമാണ് നമ്മളെപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ ഒരു ദിവസം ഞാനൊന്ന് സങ്കടപ്പെട്ടു. കാരണം കാർ ലോണ്, വീടിൻ്റെ ലോണ്, ഇതെല്ലാം കൂടെ തന്നെ ഒത്തിരി ഉണ്ട്. പിന്നെ പിള്ളേരുടെ പഠിത്തം, ഇതെല്ലാം കൂടെ നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യുക എന്നുള്ളത് ചിന്തിച്ച് അന്ന് രാത്രി ഉറങ്ങാൻ പറ്റിയില്ല. അടുത്ത ദിവസം രാവിലെ എഴുന്നേറ്റ് ഞാൻ എല്ലാം കൂടെ മാതാവിനെ ഈശോനെ ഏൽപ്പിച്ചു. നിങ്ങൾ മാനേജ് ചെയ്തോ, എനിക്ക് പറ്റില്ല, യു ടേക്ക് കെയർ ഓഫ് ഇറ്റ് എന്ന് പറഞ്ഞ് ഞാൻ ഫുള്ളി അങ്ങ് കൊടുത്തിട്ട് ഞാൻ റിലാക്സ് ചെയ്യാൻ തുടങ്ങി. പിന്നെ അത് കഴിഞ്ഞ് സംഭവിക്കുന്നു പറഞ്ഞാൽ ഈ നമ്മളോട് ഇതെല്ലാം ചെയ്യുന്നവരോട് നമുക്ക് സ്നേഹം അങ്ങോട്ട് കൂടുന്ന പോലെ തോന്നി. അവരെ കാണുമ്പോൾ ചിരിക്കുന്നു, അവരെ വിഷ് ചെയ്യുന്നു, അവരുടെ ആ ചിന്തയെ നമ്മൾ മാറ്റി നിർത്തിയിട്ട് അവരോട് സ്നേഹം കാണിക്കാൻ തുടങ്ങി. അങ്ങനെ 9 മാസം പൂർത്തിയായപ്പോഴത്തേക്കും ലാസ്റ്റ് ഡേ വന്നു. വേറെ ഒരു ജോലിയും കിട്ടില്ല. എല്ലാം അപ്ലൈ, ലിങ്ക്ഡിൻ അപ്ലൈ, ഫേസ്ബുക്ക് അപ്ലൈ, എവിടെയൊക്കെ അപ്ലൈ ചെയ്യാം, കൂട്ടുകാർ, റെഫറൻസ് എല്ലാം അപ്ലൈ ചെയ്തു. പക്ഷേ എനിക്കൊരു കാര്യം ഉറപ്പായിരുന്നു, എന്നെക്കുറിച്ചൊരു പദ്ധതി ദൈവത്തിനുണ്ട്, നാശത്തിനല്ല. ഇനി എങ്ങനെ എന്നുള്ള ചോദ്യം എനിക്ക് ചോദിച്ചില്ല. ഞാൻ മാതാവിനറിയാം, ഈശോയ്ക്കറിയാം, നമുക്ക് വേണ്ടതൊക്കെ തരും. അങ്ങനെ ലാസ്റ്റ് ഡേ അവിടെ നിന്ന് ചിരിച്ച് താങ്ക് യു സോ മച്ച്. പിന്നെ ഞാൻ ഒരു കാര്യം അവരുടെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ ഒരു പ്രയാസത്തിലൂടെ ഒരു സാധാരണക്കാരൻ പോകുമ്പം അവന് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. നമുക്ക് ഈശ്വരൻ ഉണ്ടെന്നുള്ള ഒരു ബോധ്യം നമുക്കുണ്ടെങ്കിലേ നമുക്കത് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. അത് ആ വിശ്വാസത്തോടെ ഞാൻ പുറത്ത് വന്നു. ഞാൻ വിചാരിച്ചു, ഓക്കെ, മാർച്ച് മാസം 7-ാം തീയതി അല്ലേ, ഈ മാസം മൊത്തം നമുക്ക് ഈസ്റ്ററിന് വേണ്ടി ഒരുങ്ങി പ്രാർത്ഥിച്ച് നന്ദി പറഞ്ഞ് മുന്നോട്ട് പോകാം. അടുത്ത ഈസ്റ്റർ കഴിയുമ്പം എന്തായാലും എന്തെങ്കിലും ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കൺസൾട്ടൻ്റായിട്ട് ജോലി ചെയ്യാനുള്ള അവസരം പോലെ തുടർന്നു വന്നു. ഇത് 2 ദിവസം കഴിഞ്ഞില്ല, എൻ്റെ കൂട്ടുകാരൻ എൻ്റെ അടുത്ത് റെസ്യൂമേ ചോദിച്ചു. അവൻ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ റെഫർ ചെയ്തു. അങ്ങനെ എനിക്ക് 2-3 ദിവസം കൊണ്ട്
ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ മാതാവ് ജോലി പോയിട്ട് 2 ദിവസമേ വീട്ടിൽ ഇരുന്നുള്ളൂ. സമയത്തിൻ്റെ മേളിൽ മാതാവ് ഭയങ്കര കൺട്രോളുണ്ട്. മാതാവ് ഈശോയുടെ അടുത്ത് പറഞ്ഞ് ജോലിയായി. ഇന്നലെ ഞാൻ അവിടെ നിന്ന് മിനിഞ്ഞാന്ന് പുറപ്പെടുന്നതിന് മുമ്പേ എനിക്കൊരു സർട്ടിഫിക്കേഷൻ ക്ലിയർ ആകുന്നുണ്ടായിരുന്നു. ആ പുതിയ കമ്പനിയിൽ ചെന്ന് സർട്ടിഫിക്കേഷൻ ക്ലിയർ ആകാനായിട്ട് അതൊരു മാൻഡേറ്ററി ആയിരുന്നു. അല്ലെങ്കിൽ ജോലിക്ക് അത് പിന്നെയും പ്രശ്നം വരും. അത് ഞാൻ മാതാവിനെ മുന്നോട്ട് വെച്ചിട്ട് സർട്ടിഫിക്കേഷന് പഠിച്ചു. സർട്ടിഫിക്കേഷൻ്റെ പരീക്ഷ എഴുതിയപ്പം മാതാവിൻ്റെ ലോക്കറ്റ് ലാപ്ടോപ്പിൽ വെച്ചു. അത് കഴിഞ്ഞ് പരീക്ഷ എഴുതി, പരീക്ഷ പാസ്സായി. മിനിഞ്ഞാന്ന് രാത്രി പാസ്സായി. അടുത്ത ദിവസം രാവിലെ എഴുന്നേറ്റ് ഇങ്ങോട്ട് പോകുന്നു. അപ്പം യാത്രയിലെല്ലാം ഒരു കാര്യം വളരെ ക്ലിയറാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ദൈവത്തിൻ്റെ മാസ്റ്റർ പീസാണ്. നമ്മളൊന്നും കുറവുള്ളവരല്ല. നമുക്ക് തന്നിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ചെയ്യുക. അതും എങ്ങനെ ചെയ്യണം എന്നുള്ളത് 2 രീതിയിൽ നമുക്കറിയാം. ഒന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്, ബൈബിൾ വചനങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, അത് നമ്മളെ ഓർപ്പിക്കും. പിന്നെ മാതാവിൻ്റെ കോച്ചിങ് സെൻ്ററായ ഈ കൃപാസനത്തിലൂടെ നമുക്ക് നഷ്ടപ്പെട്ടു പോയ ജീവിതത്തിലെ ഭാഗമൊക്കെ വിട്ടിട്ട് മാതാവിൻ്റെ അടുത്ത് വരിക, മാതാവ് നമ്മളെ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടതെന്നുള്ള കൃപാസനത്തിൻ്റെ ആ ലൈഫ് സ്റ്റൈൽ ഓഫ് ക്രിസ്ത്യൻ അത് നമ്മളെ പഠിപ്പിച്ചു തരും. അങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ജീവിതം. എപ്പോൾ ആർക്കെങ്കിലും വിഷമം കേൾക്കുമ്പോൾ അവരെ പോയി വിസിറ്റ് ചെയ്യാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും കൃപാസനത്തിൻ്റെ പത്രം കൊടുക്കാനും ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ പ്രാർത്ഥനകളെല്ലാം മാതാവിന് സമർപ്പിച്ചു. നിയോഗങ്ങൾ, ആഗ്രഹങ്ങളെല്ലാം മാതാവിനെ സമർപ്പിച്ച്, ഈശോയെ സമർപ്പിച്ച് മുന്നോട്ട് പോവുക. മുന്നേ വരുന്ന ചലഞ്ചസ് വരുമ്പോൾ ഇത്രയും ഓർത്താൽ മതി, മാതാവ് കൂടെയുണ്ട്, ഈശോ കൂടെയുണ്ട്. ഇതിലൂടെയും നമ്മളെ നടത്തും. അത് കാരണം സമാധാനമായിട്ടിരിക്കുക, ശാന്തമായിട്ടിരിക്കുക. ആ ഒരു വിശ്വാസത്തോടെ ജീവിതം മുന്നോട്ട് പോവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. നന്ദി. കരങ്ങളടിച്ച് മരിയൻ ഉടമ്പടി വഴിയായിട്ട് ഈ സഹോദരന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ചുരുങ്ങിയ വാക്കുകൾക്കുള്ളിൽ വലിയ വലിയ സാക്ഷ്യങ്ങളാണ് ബാംഗ്ലൂർ അല്ലേ, ബാംഗ്ലൂരിൽ നിന്ന് വന്ന ഈ സഹോദരൻ നമ്മളുമായിട്ട് പങ്കുവച്ചത്. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 24-25 തിരുവചനങ്ങൾ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്. എൻ്റെ വചനം കേൾക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണിത വിവേകവതിയായ മനുഷ്യന് തുല്യമായിരിക്കും. അവൻ്റെ ജീവിതത്തിൽ കാറ്റടിക്കും, വെള്ളപ്പൊക്കമുണ്ടാകും, പക്ഷേ ആ ഭവനം വീണുപോയില്ല. കാരണം അത് പാറമേൽ പണിത ഭവനമായിരിക്കും. നമുക്കറിയാം മരിയൻ ഉടമ്പടി നിബന്ധനകൾ വിശ്വസ്തതാപൂർവം പാലിക്കുന്ന ഒരുവനെ സംബന്ധിച്ചിടത്തോളം അവൻ ശരിക്കും പറഞ്ഞ ദൈവപിതാവിൻ്റെ സംരക്ഷണയിലാണ്. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം അവൻ്റെ കൂടെയുണ്ടാകും. അതുകൊണ്ട് തന്നെ തക്ക സമയത്ത് ദൈവം അവനെ ഉയർത്തും. ഈ സഹോദരൻ അവസാനമായിട്ട് പറഞ്ഞ് അവസാനിപ്പിച്ചത് ഇപ്രകാരമാണ്. അത് പുറപ്പാട് തിരുവചനമാണ്. അതായത് നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി, കർത്താവാണ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത്. ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടി വഴിയായിട്ട് ഈ കുടുംബത്തിൽ ലഭിച്ച ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും കരങ്ങളടിച്ച് നമുക്ക് ദൈവമാതാവിനെയും